കറണ്ട് കണ്ടുപിടിച്ചത് ആരാ? ബൾബ് കണ്ടുപിടിച്ചേക്കണേ. ഓൺലൈൻ ക്ലാസ്സിലാണ് പഠിക്കണേ. 3-ല്. ഇതൊക്കെ കണ്ട് പഠിക്കേ. പണിയെടുക്കാത്തവർ വെറുതെ തേനെ പാല നടക്കുന്നവരൊക്കെ പിള്ളേരെ കണ്ടുപിടിക്കുക. 6ാം ക്ലാസ് 3ാം ക്ലാസ്. ഒരു സംശയമില്ല, ഇത് ഫിലിപ്സ് മാറി ഗൗരി ബൾബായി മാറും. കേരളത്തിന്റെ ഒരു കോർപ്പറേറ്റ് ആവാൻ പോണതിന്റെ തുടക്കമാണ്. പേര് മാറ്റണം നോക്കല്ലേ, ഇലക്ട്രോമാറ്റ് ഗൗരി ബൾബ്. എല്ലാ വീട്ടിലും ഗൗരി ബൾബ്. നമ്മൾ ഈ സ്വിച്ച് ഇടുമ്പോ ഇങ്ങനെ പ്രകാശം വരുന്നല്ലാതെ എന്ത് ഈസി അല്ലേ. അതിന്റെ പുറകിൽ ഇത് ഇത്രയും അധ്വാനം ഉണ്ടെന്നുള്ളത് ഇപ്പോൾ മനസ്സിലാവും. ഇവരെല്ലാവരും സാക്ഷ്യം വെച്ചുകൊണ്ട് കേരളത്തിൽ നിന്ന് ഗൗരി ബൾബ് ശരണ്യക്കൊരു അസൂയ. ഗൗരി ബൾബ് എന്ന് പറയുമ്പോ അല്ല, ഗൗരി ശരണ്യ ബൾബ് അല്ലെ. ബൾബ് ഗൗരിയുടെ പേരിലിരിക്കട്ടെ, ശരണ്യക്ക് വേറെ എന്തെങ്കിലും ആക്കാം. വയറുണ്ടാക്കാം നമുക്ക്. കുറച്ച് വയറും ബൾബും. മറ്റേ ഫാദറിന്റെ പേര് ഗവേഷാണ് ബൾബ് ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. ഗവേഷണ എന്തോ കുത്തു കിട്ടിയിട്ട് കൈക്ക് പരിക്കും ഇതൊക്കെ ആയിട്ട് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയില് ഈ കുരുന്നുകള് അത് ഏറ്റെടുക്കുകയാണ്. എത്ര മക്കള് കണ്ടുപഠിക്കുക. എത്ര മക്കൾ ഇതുപോലെ ചെയ്യും ഈ പ്രായത്തില്? ഈ പ്രായത്തില് അന്ന് 3ാം ക്ലാസ്സിലാണ് തുടങ്ങുമ്പോ 3ാം ക്ലാസ്. ഇപ്പോഴാണ് 6ാം ക്ലാസ്സിലെത്തിയത്. എത്ര മക്കൾ ഇതുപോലെ പണിയെടുത്തിട്ട് പേരൻസിനെ ചെലവിന് കൊടുക്കും, പേരൻസിനെ പോറ്റും. മാതൃകാപരം, ലോകത്തിന് മാതൃകാപരാണ്. സത്യത്തിൽ അസൂയ ഉണ്ട്. ഇതാണ് ആരെയും പറഞ്ഞാ വിശ്വസിക്കും. ബോച്ചയുടെ സ്ലോഗൻ ആണല്ലോ ബൾബായി. ഇനി ഒരു കവർ ഇട്ടിട്ട് അതില് ഗൗരി ബൾബ് എന്ന് എഴുതാൻ വേണ്ടോ? റെഡിയാക്കാം, അടിപൊളിയാക്കാം. ഫുൾ സപ്പോർട്ട്. ഇലക്ട്രാണ് പേര്. നമുക്കിത് കേരളത്തിലും ഇന്ത്യയും കടന്നു പോണം, ലോകത്ത് മുഴുവൻ. അതിൽ ലോൺ എടുത്ത് തുടങ്ങിയ സംരംഭമാണ്. പഠിപ്പ് നിർത്തായിരിക്കട്ടെ, എന്റെ മറന്നുപോയിരിക്കും. നോളജ് ഈസ് പവർ. ട്യൂഷൻ ഒന്നും ഇല്ല, അത്യാവശ്യം ഇൻബോൺ ടാലന്റ്. ഓക്കെ, കൺഗ്രാജുലേഷൻ. ഇനി കുറച്ച് മാർക്കറ്റിംഗും തന്ത്രമൊക്കെ പഠിക്കുന്നുണ്ട്. അത് ഞാൻ പഠിപ്പിച്ചു തരാം. ഏറ്റെടുത്തിരിക്കുകയാണ്, ഇനി ഒന്നും തിരിഞ്ഞു നോക്കണ്ട. തരികടയൊക്കെ ഞാൻ പഠിപ്പിച്ചു തരാം. ആദ്യം ഞാൻ വിചാരിച്ചേ കണ്ടപ്പോ ഇവർക്ക് എന്തിനാ ഈ ലോൺ 17.5 ലക്ഷം മറ്റാണ്ട് ഇത് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ബോച്ചെ ഫാൻസ് ചാരിറ്റബിൾ ട്രസ്റ്റിലൂടെ ഇത് ഒഴിവാക്കി തരണം എന്ന് പറഞ്ഞിട്ടാണ് അപേക്ഷകൾ വന്നത്. ഇമ്മാരി ബൾബ് ഉണ്ടാക്കുന്ന അപ്പനും മക്കളും പിന്നെ എന്തിനാണ് ഈ ലോണൊക്കെ എഴുതി തള്ളണേന്നുള്ള ചിന്തയെ വന്നത്. പക്ഷെ ചിന്തിച്ചപ്പോഴാണ് വാടക വീടും അവസ്ഥയും ഫാദറിന് ചെയ്യാൻ പറ്റാത്ത അവസ്ഥകളൊക്കെ വന്നെന്നുള്ള പിന്നെ മനസ്സിലാവുന്നത്. ബ്രാൻഡിങ് ഇവിടുന്ന് തുടങ്ങി നമ്മൾ പോസ്റ്റ് ചെയ്ത് റെഡിയാക്കാം, വൈറലാക്കാം. അടിപൊളി, റെഡിയാക്കാം. അപ്പൊ ബൾബ് നമുക്ക് വെക്കാം. പ്രായത്തില് ഹാപ്പി ആയില്ലേ? വീടായി, ബോച്ച വന്ന് എല്ലാ കാര്യങ്ങളും അടിപൊളി.
ആരാ ജയിക്കുക? സമാ നിക്കണല്ലോ ഇപ്പൊ.